നമസ്കാരം. കൗതുകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മുറ്റത്തും തൊടിയിലുമെല്ലാം നിലത്തോട് ചേർന്ന് പടർന്നു വളരുന്ന തെങ്ങിന് മിനിയേച്ചർ എന്ന് തോന്നിപ്പിക്കുന്ന മുക്കുറ്റി ചെടിയെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല. മുക്കുറ്റി അല്ലെങ്കിൽ ബയോഫെല്ലം സെൻസിറ്റീവം ദശപുഷ്പങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്നു. കൂടാതെ അവിശ്വസനീയമായ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ടതുമാണ് നമ്മുടെ ഈ താരം. മലയാള മാസമായ കർക്കിടകത്തിൽ മുക്കുറ്റിക്ക് പ്രാധാന്യം ചില്ലറയല്ല. 3 പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞ മുക്കുറ്റി കിട്ടുന്നതും അത് ദിവസം മുഴുവൻ തലയിൽ ചൂടുന്നതും ഭാഗ്യമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു തലമുറ പണ്ടുണ്ടായിരുന്നു. ടീച്ചറുടെ അടികൊള്ളില്ലെന്ന്. മുക്കുറ്റി ചാന്തുണ്ടാക്കി കുറി തൊടുന്നതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മലയാളിയെ മലയാളിയാക്കുന്ന പ്രത്യേകതയാണ്. ആയുർവേദം അനുശാസിക്കുന്ന പച്ചമരുന്നുകളിൽ പ്രധാന സ്ഥാനമുള്ള മുക്കുറ്റി ശരീരത്തിലെ വാത, പിത്ത, കഫദോഷങ്ങൾ നീക്കാൻ സഹായിക്കുന്നു. നിലയ്ക്കാത്ത മഴയുടെയും വറുതിയുടെയും കാലമായ പഞ്ഞക്കർക്കിടകം പല ആചാരങ്ങൾക്കും കൂടിയുള്ള മാസമാണല്ലോ. കർക്കിടകത്തിൽ വലിയ വെയിലൊന്നും കിട്ടാത്തതിനാലും മഴ തോരാതെ തണുപ്പ് നിൽക്കുന്നതിനാലും മിക്കവർക്കും തലവേദന തോന്നാം. പണ്ടുകാലത്ത് തലവേദനയൊക്കെ വരുമ്പോൾ ആരും കടയിൽ നിന്ന് മരുന്ന് വാങ്ങാറില്ല. പകരം മുക്കുറ്റി ഇല പറിച്ച് കൈവെള്ളയിൽ വെച്ച് നന്നായി തിരുമ്മി ചാറെടുത്ത് നെറ്റിയിൽ പുരട്ടുമായിരുന്നു. അതാണ് കർക്കിടകത്തിലെ മുക്കുറ്റിക്കുറി. 11 മാസത്തെ ഓട്ടത്തിനൊടുവിൽ കുഴമ്പും തൈലവുമൊക്കെ തേച്ച് ശരീരശുദ്ധി വരുത്തി ദശപുഷ്പം ചൂടി മരുന്നുകഞ്ഞി കുടിക്കുന്ന മാസം കള്ളക്കർക്കിടകം. പല ആചാരങ്ങൾക്കും പിന്നിലെ കാരണങ്ങൾ നമുക്ക് ഇന്ന് അന്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും അനുഷ്ഠിക്കുന്നുമില്ല. പഴമയുടെ മാധുര്യമുള്ള ആചാരങ്ങളുടെ പിന്നിലെ രഹസ്യം കണ്ടെത്തിയാൽ ഇരട്ടി മധുരമുള്ള ആരോഗ്യമുള്ള നാളെ നമുക്ക് നേടിയെടുക്കാം. ഏവർക്കും നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നേരുന്നു ശുഭദിനം.